അഖിലം ഒരുമിച്ചു കൂടിയ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നമ്മിൽ നിന്നൊരു കരാറ് സ്വീകരിച്ചു. ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ അഹദി വൽ മീസാഖ്. നമ്മളെ പ്രഭാഷണങ്ങളിൽ ഇപ്പൊ ഒന്നും വല്ലാതെ വരാറില്ല. യൗമുൽ അഹദും മീസാഖും ഒന്നുമില്ല. വ്യഭിചാരത്തിന്റെ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് ബോധനല്ല. സുവർഗ സംഭോഗികളുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് തഹ്ദീർ ചെയ്യുന്ന അവസ്ഥയില്ല. എല്ലാരും വന്നിട്ട് അമേരിക്കയിലെ സയന്റിസ്റ്റ് കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ ആദർശം സുഭദ്രമാണ്. പക്ഷെ ഇവന്റെ നില ഭദ്രമല്ല, അത് മനസ്സിലാക്കണില്ല. സയന്റിസ്റ്റിന്റെ ചിന്തയും ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ആദർശത്തോട് സമാനം നിൽക്കുന്ന കണ്ടെത്തലുകളും അല്ലേ. ആളുകൾ വന്നിട്ട് പറയാം എല്ലാവർക്കും വേണ്ടതെന്ന കുറച്ച് 4 ഇംഗ്ലീഷ് പൊട്ടിക്കണം അല്ലെ. സർ ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റേഷൻ തിയറി സമർപ്പിച്ചു അല്ലെ. സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഐ സീം ടു മൈസെൽഫ് ലൈക്ക് എ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് 4 ഇംഗ്ലീഷ് പൊട്ടിക്കുമ്പോ മോൻ ഏത് കോളേജിലാണ്? ആള് തിരക്കേടില്ലല്ലോ അല്ലേ. നാം നിലകൊള്ളേണ്ട, വിജയിക്കേണ്ട, സ്വർഗം നേടേണ്ട പാതയെക്കുറിച്ച് ചർച്ചല്ല എന്നേ മുസ്ലിമായി പഴയ കാലത്തെ തലമുറ പറയും. നമ്മളെ ഉപ്പമാര് പറയും നീ എന്ന് മുസ്ലിമായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി വയസ്സായ ആളുകളുടെ ദർസുകളിൽ നിന്ന് പഴയ ഇസ്ലാം സംഘടനകൾ കേരളത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിന് മുമ്പ് പരിശുദ്ധരായ ഔലിയാക്കന്മാർ, ത്വരീഖത്തിന്റെ മശായിഖുമാർ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മത്തിന് നായകത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിന്റെ തലമുറ നഷ്ടപ്പെടാതെ നിൽക്കുന്ന പൂങ്ങോട്ടിലെ വയസ്സായ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, അവർ പള്ളി ദർസുകളിൽ നിന്ന് ഓതിപ്പടിച്ച 10 കിതാബിലെ വാക്യം പറയും, യൗമൽ അഹദി വൽ മീസാഖ്, ഉടമ്പടിയുടെയും കരാറിന്റെയും അന്നാണ് നമ്മൾ മുസ്ലിമായത്. ആരൊക്കെയാ മുസ്ലിമായത്? നമ്മളൊക്കെ. മനുഷ്യൻ എന്ന് ആരെയൊക്കെ പറയാവോ, മനുഷ്യരായിട്ട് ആരൊക്കെ ജനിച്ചോ അവരൊക്കെ മുസ്ലിമായത് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന നമ്മുടെ മനോമുകുരത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തയിലേക്ക് അങ്ങനെ ഒരു ജീവിതകാലം കഴിഞ്ഞു പോയോ എന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം അത്രയും അകലം നിൽക്കുന്ന ആലമുൽ അർവാഹിൽ വെച്ച് മുസ്ലിമായന്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. മഹത്തുക്കൾ പറയുന്നു ഈ ആയത്ത് വിശദീകരിച്ച്, സൂറത്തുൽ അഅറാഫിൽ ഈ ആയത്ത് വിശദീകരിച്ച് മറ്റു ആയത്തുകളിലും ലിഅന്നൽ അർവാഹ ഹീനൈദിൻ കാനത് കുല്ലുഹാ അലൽ ഫിത്ര അല്ലാമതൻ ദറാക فلما ركبت في هذا القالب نسيت الشهاده فبعث الله الانبياء والرسل يذكرون الناس ذلك العهد فمن اقر له نجا ومن انكره هلك. എന്താ പറഞ്ഞത്? ആലമുൽ അർവാഹിൽ വെച്ച് നാം മുസ്ലിമായി എന്ന് പറഞ്ഞ യൗമുൽ അഹദി വൽ മീസാഖ്, ഉടമ്പടിയുടെയും കരാറിന്റെയും ദിവസം നമ്മൾ മുസ്ലിമായി. ആ മുസ്ലിമായ ദിവസം നമുക്കിപ്പോ ഓർമ്മയില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിചയമില്ല. അന്ന് എന്തേ പറഞ്ഞു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ പറയുന്നുണ്ട്, ആലമുൽ അർവാഹിൽ വെച്ച് അന്ന് നടത്തിയ ആ കരാറ്, മുസ്ലിമായ അന്ന് അള്ളാനോട് നടത്തിയ ആ കരാറ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് പോലെ എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കേൾവി ശക്തി അത്രമേൽ ദുർഗ്രാഹ്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ര ദുർബലരാണ്. മഹത്തുക്കളൊക്കെ അത് ഓർമ്മ ഉണ്ടായിരുന്നു, നമുക്കില്ല. നമ്മൾ മുസ്ലിമായ ദിവസം, അന്നത്തെ സാഹചര്യം അതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോ ആ കാലത്ത് ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ മുസ്ലിമായി. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഫബഅസല്ലാഹുൽ അംബിയാഅ വർ-റുസുല. ദീൻ പഠിപ്പിക്കുന്നത് അതാണ്. അംബിയാക്കളെ, മുർസലീങ്ങളെയൊക്കെ അള്ളാഹു പറഞ്ഞയച്ചത് എന്തിനാ? യുദക്കിറൂനൽ നാസ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ. ദാലികൽ അഹ്ദ, നമ്മൾ അള്ളാഹുവിനോട് മുസ്ലിമാകാൻ വേണ്ടി ചെയ്തൊരു കരാറുണ്ട്. ആ കരാറ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്പിയാക്കന്മാര് വന്നത്.
മുർസലീങ്ങൾ വന്നത്, ദൂതന്മാര് വന്നത്, ഔലിയാക്കൾ വന്നത്. അല്ലേ? മാ അന അലൈഹി വസ്വഹാബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹിച്ചവരുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ യഥാർത്ഥ ഖലീഫമാരുടെ ചര്യ എന്ന് പറഞ്ഞാൽ അവരെന്തിനു വേണ്ടി വന്നു? സുപ്രധാനമായി അവർ ഏതൊന്നിന്മേൽ നിലക്കൊണ്ടു? അതാലോചിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും വ്യക്തമായി പഠിപ്പിക്കുന്നു. ലഖദ് അഖദല്ലാഹുൽ അഹ്ദ അലാ ജമീഇ ബനി ആദം ഫീ ശഅനി ഹംലിൽ അമാന അല്ലതി ഹമലഹാ അബൂഹും ആദം ഫബഅസൽ അംബിയാഅ വൽ ഔലിയാഅ യുജദ്ദിദൂനൽ അഹ്ദ ഫീ ഹംലിഹാ. നോക്കൂ നിങ്ങൾ, ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളൊക്കെ മുസ്ലിമായ ദിവസം, ചില്ലറക്കാരിയല്ല. ഈ ചങ്ങായി വന്നിട്ട് എന്താ ആലമുൽ അർവാഹൊക്കെ നാട്ടിലത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞാ പോരോന്? അല്ല പൊന്നു ഹബീബന്മാര്, നമ്മളെന്നാ മുസ്ലിങ്ങളാണ് എന്നാണ് നാം അവകാശപ്പെടുന്നത്. എന്നേ മുസ്ലിമായി, എന്നേ നീ ജനിച്ചു? 8-10-2000 സംതിങ് അല്ലേ? ഒരു ഡേറ്റ് അറിയാം എന്ന് നീ ജനിച്ചു. അതിനേക്കാൾ സുപ്രധാനമല്ലേ നീ എന്ന് മുസ്ലിമായി? യോമുൽ അഹദി വൽ മീസാഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തിനിവിടെ അമ്പിയാക്കന്മാരെ നിയോഗിച്ചു? എന്തിനു നിയോഗിച്ചു? യുജദ്ദിദൂനൽ അഹ്ദ. അല്ലാഹു ആലമുൽ അർവാഹിൽ വെച്ച് ഒരു കരാറ് സ്വീകരിച്ചു. നമ്മിൽ നിന്ന് നാമുമായൊരു കരാറ് ചെയ്തിട്ടുണ്ട്. ആ കരാറ് ചെയ്യുക വഴിയാണ് നാം മുസ്ലിമായത്. അതുകൊണ്ട് ആ മുസ്ലിമാകാൻ വേണ്ടി അള്ളാഹുവുമായി ചെയ്ത കരാർ അത് പുതുക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു കാര്യത്തിന്മേലാണ് എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് നാം മുസ്ലിമായ ആ ദിവസത്തിൽ പടച്ച തമ്പുരാനുമായി കരാറ് ചെയ്തത് ഏതൊരു കാര്യത്തിലാണോ ആ കാര്യം, ആ കരാർ അത് പുതുക്കാൻ വേണ്ടിയാണ് ഒന്നാമതായി പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഖുലഫാഉം വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. പരിശുദ്ധമായ ദീനിന്റെ സർവ മേഖലകളും പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടുന്നു. നാം ആലോചിക്കുക, അങ്ങനെ ഒരു കരാറിനെ നിങ്ങൾ നിലകൊള്ളുന്ന പ്രസ്ഥാനം നിങ്ങളെ പഠിപ്പിച്ചോ? ഇത്തരം ഒരു കരാർ പുതുക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടോ? എങ്കിൽ ഒന്നാമത് നിശ്ചയിച്ച ഈ കരാർ നിങ്ങൾ സ്വീകരിച്ചു, പുതുക്കി വിജയപാതയിലേക്ക് നീങ്ങി. അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. വിജയിക്കാനുള്ള പാർട്ടി മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞ, ഞാനും എന്റെ സ്വഹാബത്തും എന്ന് പറഞ്ഞ ആ പാർട്ടി വിജയിക്കാനുള്ള പാർട്ടി. ഒന്നാമത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, സ്വഹാബത്ത് ചെയ്തത്, അവരെ പണി, ഒന്നാമത്തെ പണി ആലമുൽ അർവാഹിൽ വെച്ച് നടത്തിയ ആ കരാറ് പുതുക്കുക എന്നുള്ളതാണ്. പുതുക്കുക അതാര് നിർവഹിച്ചുവോ അവരാണ് വിജയിച്ച പാർട്ടി. മാ അന അലൈഹി വ സ്വഹാബി, എല്ലാവരും നരകത്തിലാണ്. വിജയിച്ച ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് മാ അന അലൈഹി വ സ്വഹാബി. എന്നെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഏതാണ് ആ ചൊവ്വായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അനുഗ്രഹം ലഭിച്ചവർ അമ്പിയാക്കൾ,
അവർ ചെയ്ത ഒന്നാമത്തെ പരിപാടി ആലമുൽ അർവാഹിൽ വെച്ച് നിർവഹിച്ച ഈ കരാർ പുതുക്കി. അത് പുതുക്കാൻ വേണ്ടിയാണ് അവർ വന്ന ഒന്നാമത്തെ പരിപാടി. അതാണ്. ആലോചിച്ചു നോക്കൂ. എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഇന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി മുറുകെ പിടിക്കണമെന്നും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്നും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന അനന്തരാവകാശികളായ തന്റെ പിൻഗാമികളും ചെയ്ത ഒന്നാമത്തെ പരിപാടി, അഥവാ ചെയ്യേണ്ട ഒന്നാമത്തെ പരിപാടി ഈ കരാറ് പുതുക്കുക എന്ന പരിപാടിയാണ്. തങ്ങളാണ് പുണ്യപ്രവാചകരുടെ അനന്തരാവകാശികൾ, ഞങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിന്തുണക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഇവര് ചെയ്ത ഒന്നാമത്തെ പരിപാടി യുജദ്ദിദൂനൽ അഹ്ദ, കരാറ് പുതുക്കുക എന്ന് പറഞ്ഞ പരിപാടി നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് നിർവഹിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചില്ലേ? ചിലപ്പോ വയസ്സായ ആളുകളായിട്ടുണ്ടാവും അല്ലേ? ഇനി ഒരു പക്ഷേ നിങ്ങൾക്കിങ്ങനെ പള്ളിയിലേക്ക് പോകാനും ഒരു തസ്ബീഹ് മാലൊക്കെ പിടിക്കാനും അത്ര ചുരുങ്ങിയ ആരോഗ്യം ഉണ്ടാകും. നിങ്ങൾ പ്രവർത്തിച്ച സംഘടന ഈ രീതിയിൽ കരാറ് പുതുക്കാൻ വേണ്ടി എന്ത് നിങ്ങൾക്ക് നൽകി? കരാറ് പുതുക്കാൻ ഒരു പരിപാടി നിങ്ങളെ മുന്നിലിട്ടോ? വിജയിച്ച പാർട്ടിയിൽ നിങ്ങൾക്ക് വരാൻ കഴിയോ? ആലോചിക്കണ്ടേ? അള്ളാഹു നമ്മെ തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പറയാം, അഖദ്നാ ദാലികൽ അഹ്ദ ഫീ ആലമിൽ അർവാഹ് വബഅസ്ന റുസ്ല യുജദ്ദിദൂന ഫീ ആലമിൽ അശ്ബാഹ്. അല്ലാഹു അഖദ്നാ ദാലികൽ അഹ്ദ, ആ കരാർ നാം സ്വീകരിച്ചു, ഫീ ആലമിൽ അർവാഹി, ആലമുൽ അർവാഹിൽ വെച്ച്. ഫബഅസ്ന അർ-റുസ്ല, അംബിയാക്കളും ഔലിയാക്കളും ഉൾക്കൊള്ളുന്ന ദൂതന്മാരെ നാം നിയോഗിച്ചു. യുജദ്ദിദൂനഹു, അത് പുതുക്കാൻ വേണ്ടി, ഫീ ആലമിൽ അശ്ബാഹ്, ശരീരപ്രധാന ലോകത്ത്. നോക്കൂ നിങ്ങൾ, റൂഹിന്റെ ലോകത്തുനിന്ന് നമ്മളത് സ്വീകരിച്ച് നിങ്ങളെ മുസ്ലിമാക്കി. ഇനി അത് പുതുക്കുക എന്നുള്ള പരിപാടിയാണ് നിർവഹിക്കേണ്ടത് ഈ ശരീരമുള്ള ലോകത്ത്. കാരണം എന്താ? ശരീരത്തിലേക്ക് ആത്മാവ് കയറിയപ്പോ ഞാൻ ആലമുൽ അർവാഹിൽ വെച്ച്, അള്ളാഹു പറയുന്നു ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങളുമായി കരാർ ചെയ്തത് മറന്നുപോയി. ശരീരത്തിലേക്ക് ആത്മാവ് കയറിയപ്പോ മറന്നുപോയി അല്ലേ? ഇത് പറയുമ്പോ ചില കുട്ടികളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ഒരു പരിപാടി നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ എന്തായാലും നമുക്ക് ഓർമ്മ, ചെറിയൊരു ഓർമ്മ ഉണ്ടാവില്ലേ? ഇല്ല, ഉണ്ടാകൂല അങ്ങനെ ഒരു ചിന്ത. അള്ളാനായിട്ട് നടത്തിയതാവുമ്പോ ഇല്ല. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുല പിടിച്ചിട്ടില്ല, ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ 2 കൊല്ലം കെട്ടിമറിഞ്ഞ് ഉമ്മാന്റെ മാറത്ത് കിടന്നിട്ട് അമ്മിഞ്ഞ നുകർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ തിങ്കളാഴ്ച എങ്ങനെ കുടിച്ചത്, ശരി ഓർമ്മയുണ്ട് ഉണ്ടോ? ഇല്ല. നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പലതും ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെടാത്ത ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുപോയി, അറിയാത്ത ഒരുപാട് കാലങ്ങൾ, നമുക്ക് ഓർമ്മയില്ലാത്ത കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി മനുഷ്യന്റെ ജീവിതത്തിൽ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. നമുക്കൊരത്ഭുതമല്ല, പാട്ട് മാറ്റി പാടണം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഈ നോളയെ നിനക്കില്ലേ. നമ്മളിങ്ങനെ നോളയാളായി നടക്കുകയാണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കണല്ലോ, വലിയ പാർട്ടിയാണ് പറഞ്ഞാണ്ട് നടക്കുകയാണ് അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തോട്, നിങ്ങളുടെ മുന്നിൽ നടക്കുന്നവരോട് ആലോചിക്കുക, ചർച്ച ചെയ്യുക. നമ്മൾ എന്നേ മുസ്ലിമായി എന്ന് ചോദിക്കുക. അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ അത് പുതുക്കാൻ വേണ്ടിയാണ് നിയോഗിച്ചത് എന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അങ്ങനെ ഒരു പരിപാടി നിങ്ങളാരും പറഞ്ഞു തരുന്നില്ലല്ലോ. വിജയിക്കാനുള്ള പാർട്ടിയുടെ സ്വഭാവം അതാണ് എന്ന്
വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല വീണ്ടും പറയുന്നു, ഫലം തഖൂമ സ്സാഅതു ഹത്താ യൂലദ മൻ ഉഅതിയൽ മീസാക യൗമൈദിൻ ഫമൻ അദ്റക മിൻഹുൽ മീസാകൽ ആഖിർ ഫവഫാ ബിഹി നഫഅഹുൽ മീസാഖുൽ അവ്വൽ വമൻ അദ്റകൽ മീസാകൽ ആഖിർ ഫലം യുഖിർ ബിഹി ലം യൻഫഅഹുൽ മീസാഖുൽ അവ്വൽ വമൻ മാത സഗീറൻ ഖബ്ല അൻ യുദ്രികൽ മീസാകൽ ആഖിർ മാത അലൽ മീസാകൽ അവ്വലി അലൽ ഫിത്ര. ഈ കരാർ അള്ളാഹുവിനോട് ചെയ്ത മനുഷ്യന്മാര്, ആലമുൽ അർവായിൽ വെച്ച് ചെയ്ത മനുഷ്യന്മാര് മുഴുവൻ ജനിച്ചു വീഴുന്നത് വരെ ഖിയാമത്ത് നാളുണ്ടാകൂല. അതുകൊണ്ട് എന്ത് വേണം? വമൻ അദ്റക മിൻഹുൽ മീസാഖൽ ആഖിർ, ആർക്കെങ്കിലും രണ്ടാമത് പുതുക്കാൻ അള്ളാഹുവിനോട് ചെയ്ത ഈ കരാറ് ഭൂമിയിൽ വന്നിട്ട് പുതുക്കാൻ അവസരമുണ്ടായി, ഫവഫാ ബിഹി, അങ്ങനെ അത് നിർവഹിച്ചാൽ നഫഅഹു അൽ മീസാഖുൽ അവ്വൽ, അള്ളാനേക്ക് ചെയ്ത ആ കരാറ് ഉപകാരപ്പെടുവന്. മുസ്ലിമാകാൻ വേണ്ടി പടച്ച തമ്പുരാനോട് ചെയ്ത കരാർ ഉപകാരപ്പെടണോ? ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ, ഔലിയാക്കന്മാരെ നിയോഗിച്ച് കരാറ് പുതുക്കാൻ പറഞ്ഞ, രണ്ടാമത് പുതുക്കാൻ പറഞ്ഞ ആ കരാറ് നിർവഹിക്കുകയാണെങ്കിലേ ഒന്നാമത്തെ കരാറ് കൊണ്ടുള്ള ഉപകാരം ലഭിക്കൂ എന്ന് പരിശുദ്ധ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തും. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞില്ല. വമൻ അദ്റകൽ മീസാഖൽ ആഖിർ, ഭൂമിയിൽ വന്നിട്ട് അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ പുതുക്കാൻ വേണ്ടി വന്നവരാണ്, ഈ കരാർ പുതുക്കാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞില്ലേ? ഈ കരാർ പുതുക്കിയില്ല എങ്കിൽ ഫലം യുഖിർ ബിഹി, അത് അംഗീകരിച്ചോ? ഇപ്പോ മജീദ് ഉദവി കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടൊരു പുതിയ കരാർ, പുതിയതല്ല, സംഘടനകൾ കേരളത്തിൽ വന്നതോടുകൂടെ അതൊക്കെ മാറ്റിവെച്ചു. അതിന്റെ ഇൻഷാ അല്ലാഹ് അതിന്റെ പശ്ചാത്തലം ഏതെങ്കിലും സംഘടനകൾ വന്നിട്ട് ഇവിടെ വിശദീകരണം നടത്തുകയാണ് എങ്കിൽ ആ സംഘടനകളുടെ ബേസ് ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി, ലക്ഷ്യമെന്തായിരുന്നു, എന്താ പോലെ പരിപാടി, എന്തിനാ പോലെ നിലക്കൊള്ളുന്നത്, എന്തൊക്കെയാണോ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയുമ്പോ നമ്മൾ മൂക്കും ഒരു വിരല് വെച്ചാൽ മതിയാവില്ല, മൊത്തം കൈ ഇങ്ങനെ അമർത്തി പിടിക്കേണ്ടി വരും. അത്ര ഭീകരാണെന്ന് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയണില്ല, വഴിയെ കാണാം. നോക്കൂ നിങ്ങൾ, നേർക്കുനേരെ ഒന്നാമത്തെ അള്ളാഹുമായുള്ള കരാറ് പുതുക്കാനുള്ള അവസരം ഭൂമിയിൽ വെച്ച് ഉണ്ടായിട്ട് ഫലം യുഖിർ ബിഹി, അത് അംഗീകരിച്ചില്ല എങ്കിൽ ലം യൻഫഅഹുൽ മീസാഖുൽ അവ്വൽ, ഒന്നാമത്തെ കരാർ അവന് ഉപകാരപ്പെടില്ല. എന്നിട്ട് വീണ്ടും പറയാം, വമൻ മാത സഗീറൻ ഖബ്ല അൻ യുദ്രികൽ മീസാഖൽ ആഖിർ, ഭൂമിയിൽ വന്നിട്ട് കരാറ് പുതുക്കാൻ കഴിയാത്ത വിധം കുട്ടിയായിരിക്കുമ്പോ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ മാത അലൽ മീസാഖൽ അവ്വലി അലൽ ഫിത്ര, അവന് പരിശുദ്ധാവസ്ഥയിൽ തന്നെയാണ് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടും ഇത് ഞാനിപ്പോ ഒരു വയസ്സൊക്കെ ആയിട്ട് മതിയല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ വയ്യ. ചെറുപ്പക്കാർ ആലോചിക്കുക, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക, ഈ പോക്ക് പോയാൽ മതിയോ? മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പരിപാടി ഈ കരാറ് പുതുക്കണം. ആരെ അതിനു വേണ്ടി വന്ന്? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാർ അതാണ് നിർവഹിച്ചത്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമുള്ള ഔലിയാക്കന്മാരും അത് തന്നെയാണ് നിർവഹിച്ചത്. അല്ലേ? നോക്കൂ നിങ്ങൾ, നമുക്ക് സുപരിചിതരായ മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പഠിപ്പിക്കുന്നു, മുരീദി തമസ്സക് ബി വകും ബി വാസിക ഫഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി വകുൻ യാ മുരീദി ഹാഫിളൻ ലിഉഹൂദിനാ അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി فإن شحت الميزان والله أنا لها فعني عنايات بلطف الحقيقة. പരിശുദ്ധരായ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
മഹാനുഭാവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മാർഗത്തിലെ പിൻഗാമിയായ ഖലീഫയായി രംഗപ്രവേശം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീസ് ലോകത്തോട് പറയുന്ന ഒരു സത്യമുണ്ട്. ലോക ജനസഞ്ചയത്തിന്റെ കൃത്തരത്തിൽ ആവേശത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹിതമായ ഒരു സന്ദേശമുണ്ട്. ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ ആലമുൽ അർവാൽ വെച്ച് നിർവഹിച്ച ആ മഹത്തായ കരാറ് വാങ്ങുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട്. കരാറ് സ്വീകരിച്ചുകൊണ്ടാണ് വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് നടന്നെടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന മഹിതമായ ഒരു സന്ദേശമുണ്ട്. സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പാടുകയാണ്, പറയുകയാണ്, മുരീദി തമസ്സക് ബി വകും ബി വാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി വകുൻ യാ മുരീദി ഹാഫിളൻ ലിയുഹൂദിനാ അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി. നോക്കൂ നിങ്ങൾ, മുരീദി തമസ്സക് ബി, മുരീദി എന്നെ ബൈഅത്ത് ചെയ്ത, ഞാനുമായി കരാറിൽ ഏർപ്പെട്ട, ഞാനുമായി ബന്ധം സ്ഥാപിച്ച, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ കൂടെ കൂടണമെന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ അംഗീകരിക്കുന്ന മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ മനോഹരമായി ഉമ്മത്ത് മുസ്ലിമെ പഠിപ്പിക്കുകയാണ്. നൂറ്റാണ്ടുകളായി അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന മനുഷ്യർ, അവർ അള്ളാഹുമായി മുസ്ലിമാകുന്ന യൗമുൽ അഹ്ദ് വൽ മീസാഖ്, ഉടമ്പടിയുടെയും കരാറിന്റെയും ദിവസം, ആ മഹത്തായ ദിവസത്തിൽ അള്ളാഹു ഒരു കരാറ് സ്വീകരിച്ചിട്ടുണ്ട്. ആ കരാറ് പുതുക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാര് ലോകത്ത് വന്നത്. ആ കരാറ് പുതുക്കിക്കൊണ്ട് വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് ജനങ്ങളെ കൈപിടിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാർ, മുർസലുകൾ, ഔലിയാക്കന്മാർ ഭൂമിയിലേക്ക് വന്നത്. ആ കരാറ് പുതുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഈ മഹത്തായ വഴിയിലെ മഹാമനീഷികൾ ലോകത്ത് വന്നത്. അവരിൽ അത്യുന്നതനായ അത്യുൽക്കട്ടമായ വ്യക്തിത്വമായി ലോകത്ത് ഉയർന്നു നിൽക്കുന്ന സയ്യിദുനാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മനോഹരമായി പഠിപ്പിക്കുകയാണ്, മുരീദി തമസ്സക് ബി വകും ബി വാസിഖ സഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദി, എന്റെ മുരീദേ, മുരീദി തമസ്സക് ബി, എന്നെ നീ മുറുകെ പിടിക്കണം. ഇത് ഞാൻ പ്രഖ്യാപിച്ചതല്ല, ഞാൻ പറഞ്ഞതല്ല, കേവലം എന്റെ വാക്കല്ല. എന്റെ പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന ഒരു കാലം വരാനിരിക്കുന്നു. അഭിപ്രായങ്ങളെ കൊണ്ട് മനുഷ്യൻ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ദാരുണമായ ഒരു ദിവസം വരാനിരിക്കുന്നു. ഭീതിതമായ ബീഭത്സമായ വിജയത്തിന്റെ സൂത്രവാക്യങ്ങൾ പോലും ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലം വരുന്ന സമയത്ത് തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, പ്രയാസമേതുണ്ടായാലും വിഷമങ്ങൾ ഏതുണ്ടായാലും എത്ര വലിയ തീക്ഷ്ണമായ രംഗങ്ങളിലൂടെ നടന്നു നീങ്ങേണ്ടി വന്നാലും നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചരിതരും സന്മാർഗസിദ്ധരുമായ എന്റെ ഖുലഫാഇന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അവരുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വാക്കുണ്ടല്ലോ, തമസ്സകൂ ബിഹാ, എടങ്ങേറായിട്ട് നിങ്ങൾ പിടിക്കണം. അതേ വാക്കുപയോഗിച്ചുകൊണ്ട് ഗൗസുൽ ആലം പറയണം, മുരീദി തമസ്സക് ബി വകും ബി വാസിഖ. ആ പുണ്യപ്രവാചകന്റെ മഹിതമായ പാരമ്പര്യത്തിലെ അനിഷേധ്യമായ സാന്നിധ്യമാണ് ഞാൻ, അവരുടെ ഖലീഫയാണ് ഞാൻ. അതുകൊണ്ട് തമസ്സക് ബി, എന്നെ മുറുകെ പിടിക്കണം. വകും ബി വാസിഖ, എന്നെ ഉറപ്പിച്ചു പിടിക്കണം എന്ന്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി, ഫഅഹ്മീക ഫിദ്ദുനിയാ, ദുനിയാവിൽ എന്റെ കാര്യം ഞാൻ നോക്കാം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം. വീണ്ടും മഹാനുഭാവൻ പറയുന്നു, വകുൻ യാ മുരീദി ഹാഫിളൻ ലിയുഹൂദിനാ അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി. കുഞ്ഞാ മുരീദി, എന്റെ മുരീദേ നീയാവണം. ഹാഫിളൻ ലിയുഹൂദിനാ, ഞാനുമായി കരാർ നീ ചെയ്തില്ലേ? ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ
ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് നീ മുസ്ലിമാകുന്ന സമയത്ത് നീ മുസ്ലിമാകാൻ വേണ്ടി നീയുമായി ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ ചെയ്ത ഒരു കരാറുണ്ട്. അത് പുതുക്കാൻ വേണ്ടിയാണ് ആദം നബി വന്നത്, അത് പുതുക്കാൻ വേണ്ടിയാണ് നൂഹ് നബി വന്നത്, അത് പുതുക്കാൻ വേണ്ടിയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നത്, അത് പുതുക്കാൻ വേണ്ടിയാണ് മൂസ നബി അലൈഹിസ്സലാം വന്നത്, അത് പുതുക്കാൻ വേണ്ടിയാണ് ഈസ നബി അലൈഹിസ്സലാം വന്നത്, അത് പുതുക്കാൻ വേണ്ടിയാണ് 1.25 ലക്ഷത്തോളം വരുന്ന മഹിതമായി പാരമ്പര്യത്തിലെ സൂര്യ തേജസ്സികളായ അംബിയാ കടന്നു വന്നത്. അത് പുതുക്കാൻ വേണ്ടിയാണ് സയ്യിദുനാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവനടക്കമുള്ള ഔലിയാക്കന്മാർ വന്നത്. അതുകൊണ്ട് മഹാനുഭാവൻ പറയുന്നു, വകുൻ യാ മുരീദി ഹാഫിളൻ ലിയുഹൂദിനാ അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി. അല്ലാഹുവുമായി നീ ആലമുൽ അർവാഹിൽ വെച്ച് നടത്തിയ ആ കരാറുണ്ടല്ലോ, അത് നാമുമായി നീ പുതുക്കിയിരിക്കുന്നു. അങ്ങനെ പുതുക്കിയ നീ വിഷമം സംഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഘട്ടം നിനക്കുണ്ടാവുകയാണ് എങ്കിൽ നിന്റെ മീസാനിന്റെ ത്രാസിന്റെ നിന്റെ നന്മ തിന്മകൾ തൂക്കുന്ന ഘട്ടത്തിൽ നീ പ്രയാസത്തോടുകൂടെ അരുതായ്മകളുടെ ഒരുപാട് പാടശേഖരങ്ങളുമായി ജീവിതത്തിൽ ഉല്ലസിച്ച നീ അപകടങ്ങൾ ഒരുപാട് ചെയ്ത് ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് ഞാനുമായി കരാറ് പുതുക്കാനുള്ള അവസരമുണ്ടായത്. യുവത്വത്തിന്റെ അതിപ്രസരത്തിൽ, പണത്തിന്റെ പ്രസരിപ്പിൽ, നിന്റെ ആർജവത്വത്തിന്റെ, നിന്റെ ശക്തിയുടെ, നിന്റെ ആരോഗ്യത്തിന്റെ, നിന്റെ അതിപ്രസരത്തിൽ നീ പല വൃത്തികേടുകളും ചെയ്തു പോയി. നിന്റെ നാട്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കരാറുണ്ട്, ജഗന്നിയന്താവുമായി ചെയ്ത കരാറ്, അള്ളാഹുവുമായി ചെയ്ത കരാറ്, അത് പുതുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് വിജയത്തിനുള്ള സൂത്രവാക്യമായി ഒന്നാമതായി ദീൻ പഠിപ്പിക്കുന്നതെന്ന് നിന്റെ വീട്ടിൽ വന്നുകൊണ്ട്, നിന്റെ നാട്ടിൽ വന്നുകൊണ്ട്, നിന്റെ പ്രദേശത്ത് വന്നുകൊണ്ട്, നിന്റെ സ്വന്തം അയൽപക്കത്ത് വന്നുകൊണ്ട് പറഞ്ഞു കേട്ടപ്പോ നീ ഈ പരിശുദ്ധമായ കരാർ പുതുക്കാൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി, നീ ഖിയാമത്ത് നാളിൽ മീസാനിൽ നിന്റെ നന്മകൾ ഇല്ലാതെ നന്മകൾ കുറഞ്ഞു പോയതിന്റെ കാരണത്താൽ തിന്മ വർദ്ധിക്കുന്ന ഘട്ടം വരികയാണ് എങ്കിൽ ഞാനുമായി